ഇവരുടെ മൊഴി പ്രകാരം ഇവർ ഈ ഗോൾഡ് കടത്തിയത് മന്ത്രി രാജൻകുറുപ്പിന് വേണ്ടിയാ. സത്യം സാറേ, ഇത് മന്ത്രി രാജൻകുറുപ്പ് സാറിന്റെ ഗോൾഡാ. സ്ഥിരമായിട്ട് മിനിസ്റ്റർക്ക് വേണ്ടി ഗോൾഡ് നടത്തുന്നത് ഞങ്ങളാ. ഞങ്ങൾ 3 പേരും. ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്തിയ കേസിൽ NIA നാളെ മന്ത്രി എന്തായാലും പൂട്ടും. അവർക്കിപ്പോ അറിയേണ്ടത് മന്ത്രി ആ സ്വർണം എന്ത് ചെയ്തു എന്നുള്ളതാണ്. അതിനുത്തരാണല്ലോ ഇപ്പൊ ഞങ്ങൾ. അതെ സാറേ, ഞങ്ങൾ എന്തായാലും ജയിലിൽ പോകും സാറേ. പക്ഷെ പോകുന്ന പോക്കിൽ മിനിസ്റ്ററേയും കൂടെ ഞങ്ങളങ്ങ് കൊണ്ടുപോകും. എന്നാ പിന്നെ ഇതിലോട്ട് കയറ്റിയേക്കട്ടെ സാറേ. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞിട്ട് ചെയ്താ. ഓക്കെ സാർ. എടോ, ഇനി മണ്ടത്തരൊന്നും കാണിക്കരുത്. ഇനി ഫോൺ അവൻ്റെ കൈ കൊടുക്ക്. രാജൻ സാറാ. ആരാ സാറേ? രാജൻ സാറാന്നോ? ഓക്കെ ഓക്കെ. സാറേ, നമ്മുടെ ഗോൾഡ് പോലീസ് പൊക്കേട്ടാ. ആരാണ്ടയ്യേ? സാറേ, എൻ്റെ പേര് ജോർജ് എന്നാണ്. ഞാൻ ഈ ഒരു 7 കൊല്ലം ജയിലിലായിരുന്നേ. അപ്പോൾ ഈ കളിച്ചിടക്കുന്ന പ്രായമൊക്കെ അകത്തായി പോയതുകൊണ്ട് സ്വഭാവം കുറച്ച് കുഴപ്പമായി പോയി സാറേ. അനക്ക് എന്താ വേണ്ടത്? സാറേ, എനിക്കെന്താ വേണ്ടതെന്ന് സാറിന് ഓൾറെഡി അറിയാലോ. ഞങ്ങൾ ഈ കളിയിൽ ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കേസിൽ പ്രതികളാവരുത്. പിന്നെ സാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ബാലേന്ദ്രനും. അല്ല, അത് വെറുതെ വേണ്ട സാറേ. സാറ് ബാലുവിൻ്റെ കൊടുത്തയച്ച ഒരു 18 കിലോ സ്വർണ്ണം ഉണ്ടല്ലോ, അതിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അതെൻ്റെ കയ്യിലുണ്ട്. അതൊന്നൊരു ഗ്രാം പോലും കുറയാതെ സാറിൻ്റെ സ്വർണം മുഴുവൻ ഞാൻ തിരിച്ചുതരാം. പക്ഷെ എൻ്റെ ഡീല് സാർ സമ്മതിക്കണം. ആ, സമ്മതിച്ച്. സ്വർണ്ണം എവിടെ എത്തിക്കണമെന്ന് ഞാൻ പറയാം. ഓക്കെ സാറേ. അപ്പം ഞാൻ പോട്ടെ സാറേ. ഒരുപാട് പണിയുണ്ടേ. ആ ഗോൾഡ് വേറൊരു സ്ഥലത്തിരിക്കുക. അപ്പം അതവിടെ പോയി എടുക്കണം, മാറ്റണം, കൊടുക്കണം, എന്തൊക്കെ. നീ അഭിനയിക്കായിരുന്നല്ലടാ. പറയണം, എവിടെയാടാ വെച്ചിരിക്കുന്ന സ്വർണം? അത് വേണം സാറേ. ഡീലിപ്പം ഞാനും മിനിസ്റ്ററും തമ്മിലല്ലേ. ഇതിനകത്ത് സത്യം പറഞ്ഞ സാറിനൊരു റെഫറിയുടെ റോൾ പോലും ഇല്ല. അതുകൊണ്ട് ചാക്കോ സാറ് പിടിപിടും. പിന്നെ സാറേ, ഞാൻ പോകട്ടെ. ആ വിട്ടോ. ആ 2 ഫോൺ ഞാൻ എടുക്കുവാണേ. എടുത്തെടുത്തു. പട്ടറി. എന്നാ പിന്നെ ഞാനും അങ്ങ് ഇറങ്ങിയേക്കാം സാറേ. കേസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കമ്മീഷൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എങ്ങനാ സാർ ഇവിടെയൊക്കെ തന്നെ കാണുമോ? കാണാനേ. മാഡം, മിനിസ്റ്റർ രാജൻകുറുപ്പിന്റെ പേഴ്സണൽ സ്റ്റാഫ് ബാലേന്ദ്രന്റെ ബാഗാണിത്. അയാളുടെ മൊഴി ഞാൻ എടുത്തിരുന്നു. മിനിസ്റ്റർ പറഞ്ഞ പ്രകാരം അയാൾ ഗോൾഡ് ട്രാൻസ്പോർട്ട് ചെയ്യായിരുന്നു. അതിനിടയിലാണ് ആക്സിഡന്റ് സംഭവിച്ചത്. ബെന്നിക്ക് എത്ര വർഷത്തെ സർവീസ് ഉണ്ട്? മാഡം, എത്ര വർഷത്തെ സർവീസ് ഉണ്ട്? 18 വർഷം. എവിടെ താമസം? ഇവിടെ പറവൂർ തന്നെ. സ്വന്തം വീട്? അല്ല, വാടക വീട്ടിലാണ്. 18 വർഷത്തെ സർവീസ് ഉണ്ടായിട്ടും വാടക വീട്ടിൽ താമസിക്കുന്ന ബെന്നിയുടെ സത്യസന്ധത എനിക്ക് മനസ്സിലാവും. പക്ഷെ ഈ കേസിൽ താൻ ഇനി ഇടപെടണ്ട. പക്ഷേ മാഡം, എവിഡൻസസ് എല്ലാം നമുക്ക് അനുകൂലമല്ലേ? എവിടെ? ഇത്രേ ഉള്ളൂ എവിഡൻസിന്റെ ലൈഫ്. ഹോസ്പിറ്റലിലെ CCTV ഫുട്ടേജ് 1/2 മണിക്കൂർ മുമ്പ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണൽ എത്തിക്സിനൊന്നൊരു വിലയില്ലല്ലേ മാഡം? ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാണ്. തൊട്ടവരുടെ കൈ പൊള്ളും. ബെന്നിയൊന്നും കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. പിന്നെ ആ പിള്ളേരുടെ കാര്യം താൻ ഇനി ഇടപെടണ്ട.